ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആപ്പിൾ TV റീസെന്റ് റിലീസ് ചെയ്ത പ്ലൂറിബസ് എന്ന പുതിയ ഒറിജിനൽ സീരീസ് നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റെക്കമെൻഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലനേഷൻസ് ഒന്നുമല്ല, ജസ്റ്റ് വാട്ട് മേക്സ് ദിസ് ഷോ സ്പെഷ്യൽ, എന്ത് റീസൺ കൊണ്ടാണ് ഇതൊരു റെക്കമെൻഡ് വർത്തി സീരീസ് ആയേക്കാവുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. അപ്പോൾ എത്രയും വേഗം നമുക്ക് പ്ലൂറിബസിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കം. ഓക്കെ, നിങ്ങൾ ചിലർക്കെങ്കിലും ഓൾറെഡി അറിയാവുന്ന പോലെ ബ്രേക്കിംഗ് ബാഡ് എന്ന ഗോട്ടഡ് സീരീസിന്റെ മേക്കറായ വിൻസ് ഗില്ലിഗൻ തന്നെ ഒരുക്കുന്ന ലേറ്റസ്റ്റ് ഷോ ആണ് പ്ലൂറിബസ്. സോ അത് തന്നെ ഒരുപാട് പേര് ഇതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു എലമെന്റ് ആണ്. ആൻഡ് ആ സെയിം ഫാക്ടർ തന്നെയാണ് ആളുകൾക്ക് ഈ സീരീസിന് മേൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവാനുള്ള കാര്യവും. അപ്പോൾ ആ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ ക്രിയേറ്റേഴ്സിന് സാധിക്കുന്നുണ്ടോ എന്നതുകൂടെ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കംപ്ലീറ്റ്ലി എസ് എന്നോ നോ എന്നോ ഇപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തതിന്റെ റീസൺ ഇസ് വീക്ക്ലി ഒരു എപ്പിസോഡ് വെച്ച് മാത്രമാണ് ആപ്പിൾ TV ഇത് റിലീസ് ചെയ്യുന്നത്. ആൻഡ് November 7th റിലീസ് ചെയ്ത ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ഇങ്ങോട്ട് ടോട്ടൽ 4 എപ്പിസോഡ്സ് മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. ഞങ്ങളും ജസ്റ്റ് ഈ വീക്കെൻഡ് ആണ് ഈ 4 എപ്പിസോഡ്സും കണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയത്. ബട്ട് ഈ വന്നിട്ടുള്ള 4 എപ്പിസോഡ്സ് തന്നെ ഷോ മറ്റുള്ളവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പാകത്തിന് നമ്മളെ ഹുക്ക് ചെയ്തെത്തുന്ന തരത്തിൽ ഉള്ളവ തന്നെയാണ്. സോ ബൈ ഡിസ്ക്രിപ്ഷൻ പ്ലൂറിബസ് ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സൈഫൈ സീരീസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ബ്ലാക്ക് കോമഡി, ഡ്രാമ, സൈക്കോളജിക്കൽ ത്രില്ലർ എന്നീ ജോണേഴ്സിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു ഷോ ആണിത്. ഇതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എർത്തിന് പുറത്തു നിന്ന് ഇവിടേക്ക് ഒരു സിഗ്നൽ വരുന്നു. അതെന്താണെന്ന് ഡീകോഡ് ചെയ്യാൻ സയന്റിസ്റ്റ് ശ്രമിക്കുന്നു. ഇതോടൊപ്പം ഷോയിലെ ലീഡ് ക്യാരക്ടർ ആയിട്ടുള്ള കാരൽ സ്റ്റുക്ക ഒരു ഫാന്റസി റൊമാൻസ് നോവൽ റൈറ്റർ ആണ്. പ്ലസന്റ് ആയി അവരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്നൊരു ദിവസം അവർക്ക് ചുറ്റിനുള്ള ആളുകൾ വളരെ ഡിഫറെന്റ് ആയി ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നു. ഇത്തരം ഒരു സെറ്റിങ്ങിൽ നമ്മൾ നാച്ചുറലി എക്സ്പെക്ട് ചെയ്യുക അവരൊക്കെ സോംബീസ് പോലെ എന്നൊക്കെയാവും. ബട്ട് ഇതങ്ങനല്ല. നോർമൽ ഹ്യൂമൻസ് ആയിട്ട് തന്നെയാണ് ബിഹേവിയർ. ബട്ട് അവരുടെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള പോലെ. അതായത് നമ്മൾ സ്ട്രേഞ്ചർ തിങ്സിലൊക്കെ കണ്ടിട്ടുള്ള ഹൈവ് മൈൻഡ് കോൺസെപ്റ്റ് എന്ന സംഭവം. ലൈക്ക് നമ്മളിപ്പോൾ അതിൽ ഒരാളോട് സംസാരിച്ചാൽ അത് മറ്റെല്ലാവരോട് സംസാരിച്ച പോലെയാണ്. അപ്പോൾ കാരലിന് ചുറ്റിലുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അവളാണ് ഇതിൽ എഫക്റ്റഡ് അല്ലാതെ നിൽക്കുന്ന ഒരാൾ. ആൻഡ് ഈ ബാക്കിയുള്ള എല്ലാവരും അവളെ കൂടെ അതിലേക്ക് ഇൻക്ലൂഡ് ആക്കാൻ ട്രൈ ചെയ്യുന്ന പോലെയാണ് കാര്യങ്ങൾ. സോ ഇതിന് ശേഷം നമുക്ക് നാച്ചുറലി അറിയേണ്ടത് ഇവരൊക്കെ ആരാണ്, ഇവർക്ക് എന്താണ് പറ്റിയിട്ടുള്ളത്, ലീഡായ കാരലിന് അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ, ഫസ്റ്റ് പറഞ്ഞ ഏലിയൻ സിഗ്നലും ഈ സംഭവങ്ങൾക്ക് തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നൊക്കെയാണല്ലോ. അത് തന്നെയാണ് പ്ലൂറിബസിന്റെ കോർ പ്ലോട്ട് ആയിട്ട് പറയാവുന്നത്. സോ ഇത്രയാവുമ്പോൾ തന്നെ ബ്രേക്കിംഗ് ബാഡ് എന്ന സീരീസിൽ നിന്നും എത്ര ഡിഫറെന്റ് ആണ് പ്ലൂറിബസ് എന്ന് വ്യക്തമാണല്ലോ. ഒരു എൻറ്റയർലി ഡിഫറെന്റ് വേൾഡ് ബിൽഡിംഗ്. പക്ഷേ സീരീസുകളുടെ ഇന്നോളമുള്ള ഹിസ്റ്ററിയിൽ ഏറ്റവും മികച്ചത് എന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അഭിപ്രായമുള്ള ബ്രേക്കിംഗ് ബാഡ്, പിന്നെ അത്രയും തന്നെ മികച്ച ഒരു സ്പിൻ ഓഫ് ആയ ബെറ്റർ കോൾ സോൾ എന്നീ ഷോസിന്റെ മേക്കറായ വിൻസ് ഗില്ലിഗന്റെ എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറി ടെല്ലിംഗ് വ്യക്തമാക്കുന്ന 4 എപ്പിസോഡ്സ് ആണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഈ എപ്പിസോഡ്സ് കണ്ടുകിട്ടിയ ഒരു ഇംപ്രഷൻ കൊണ്ട് തന്നെയാണ് ഉറപ്പായും പ്ലൂറിബസ് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചത്. സ്ക്രീൻ പ്ലേ തന്നെയാണ് ഇതുവരെ ഉള്ളതിൽ മെയിൻ പോസിറ്റീവായി പറയാവുന്നത്. ഫാസ്റ്റ് പേസ്ഡ് ആൻഡ് എൻഗേജിംഗ് ആയിട്ടാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മെയിൻ ക്യാരക്ടറിനൊപ്പം നമ്മളും മുന്നോട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു ഫീലാണ് കിട്ടുക. അവർ ഫേസ് ചെയ്യുന്നതും ഫീൽ ചെയ്യുന്നതുമായ സ്റ്റേജസിലൂടെ തന്നെ നമ്മളെയും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒപ്പം കാരലായിട്ട് അഭിനയിക്കുന്ന റേ സീഹോന്റെ പെർഫോമൻസും ഇതിന് വളരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഒരു യുണീക് കോൺസെപ്റ്റ് എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ എവിടേക്കോ ജിം കാരിയുടെ ട്രൂമാൻ ഷോ എന്ന ഫിലിം, പിന്നെ ഹൈവ് മൈൻഡ് ബേസ് ചെയ്തുള്ള മറ്റ് ഷോസ് ആൻഡ് ഫിലിംസിനെ ഒക്കെ ഓർമ്മിപ്പിക്കുമെങ്കിലും ഡയറക്റ്റായി മറ്റൊന്നിനോടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഫ്രഷ് കോണ്ടന്റ് തന്നെയാണെന്ന് ഡൗട്ട്സ് ഇല്ലാതെ പറയാം. പിന്നെ പോരായ്മകളായിട്ട് എന്തെങ്കിലും പറയാൻ ഇതുവരെയുള്ള എപ്പിസോഡ്സ് നിന്ന് ഒന്നും തന്നെ തോന്നിയിട്ടില്ല. മാത്രമല്ല കംപ്ലീറ്റ് എപ്പിസോഡ്സ് പുറത്തു വരാതെ മറ്റെന്തെങ്കിലും എലമെന്റ്സിനെ അത്തരത്തിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. ടോട്ടൽ 9 എപ്പിസോഡ്സ് ആണ് ഫസ്റ്റ് സീസണിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതായത് ഇനി 5 എപ്പിസോഡ്സ് കൂടെ വരാനുണ്ട്. ആൻഡ് ഓരോ എപ്പിസോഡ്സും 50 minutes to 1 hour ഡ്യൂറേഷൻ ആണ്. സോ നിങ്ങൾ ഇതുവരെ പ്ലൂറിബസ് കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഓൾറെഡി റിലീസ്ഡ് എപ്പിസോഡ്സും വീക്ക്ലി ഇനി വരുന്ന ഓരോ എപ്പിസോഡ്സും കണ്ടു നോക്കും എന്ന് വിശ്വസിക്കുന്നു. കണ്ട എപ്പിസോഡ്സിനെ പറ്റിയുള്ള ഒപ്പീനിയൻസ് കൂടി കമന്റ് ചെയ്യാൻ ശ്രമിക്കുക.
കൂടാതെ എപ്പിസോഡ് വൈസ് ബ്രേക്ക് ഡൗൺസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ അതുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. എത്രയും വേഗം അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.